ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രിവാൻഡ്രം. ഇവിടെ വന്നവരാരും മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഇങ്ങനെ കുറേ മത്സ്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ നിന്നിട്ട് നമ്മുടെ ആ ഒരു ക്ഷേത്രം നോക്കുമ്പോൾ വളരെയധികം ശാന്തി നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേകതരം ഒരു ഫീലായിരുന്നു കിട്ടിയിരുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവിടെ എന്തെല്ലാം നിധികളുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റി. വളരെ വിലപിടിപ്പുള്ള എന്തെല്ലാം സാധനങ്ങളൊക്കെ ആ ഒരു അമ്പലത്തിൽ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾ ഒരു ബോട്ടിങ് ഞങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ബോട്ടിങ് സ്ഥലത്തെത്തി. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സെറ്റായിരുന്നു. കാരണം ഞാൻ ഇന്നേ വരെ പോയിട്ടുള്ള ബോട്ടിങ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ അതൊന്നും ഒരു ബോട്ടിങ് തന്നെയല്ല എന്ന് തോന്നിയത് ഈ ഒരു ബോട്ടിങ്ങിൽ ഒരു 15 പ്ലേസസ് കവർ ചെയ്യുന്ന ഒരു ബോട്ടിംഗ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ബോട്ടിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ലേക്കിലൂടെ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടുവരും. അതായത് നമുക്ക് കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെയധികം അടിപൊളിയായിട്ടുള്ള പ്ലേസസ് ഒന്നും ആവില്ല, കാണുന്നതൊക്കെ സെയിം ആയിട്ടായിരിക്കും. പക്ഷേ ആ ഒരു വെള്ളത്തിലൂടെ പോകണ ആ ഒരു ജേണി എന്ന് മാത്രം നമുക്കതിനെ പറയാം. പക്ഷേ ഈ ഒരു ബോട്ടിങ് അതുപോലെ ഈ ചില്ലകളുടെ ഇടയിലൂടെയും ഈ ഒരു പാലത്തിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫീൽ കിട്ടും. കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നാച്ചറും ആ ഒരു ക്ലൈമറ്റും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എനിക്കറിയില്ല, അത്രയ്ക്കും സംഭവമായിരുന്നു. എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്കും സെറ്റായിരുന്നു. ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോറസ്റ്റിൻ്റെ പേര് വന്നിട്ട് മാംഗ്രോവ് ഫോറസ്റ്റ് എന്നാണ്. ഇത് കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമല്ല, കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ മാംഗ്രോവ് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചുറ്റുപാടും കുറേ മരങ്ങളും തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഒരു അഡ്വഞ്ചറസ് റൈഡൊക്കെ പോലെ തോന്നും കേട്ടോ. ഇടയ്ക്ക് ഓരോ ചില്ലകളും മരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൂടെയും താഴോടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ ഒരു ഫോറസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾക്ക് ഈ ഒരു ബോട്ടിങ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഇതൊരു മിസ്സായിരുന്നു. കാരണം അവർ വന്നിട്ട് നമ്മളുടെ ഒരു 15 പ്ലേസസ് കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊന്ന് ഞെട്ടിയായിരുന്നു. 15 പ്ലേസസ് ഒക്കെ കവർ ചെയ്യുന്ന ബോട്ടിങ്ങോ എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ ഇത് ഇത്രയ്ക്കും അടിപൊളിയാവുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം എങ്ങനെയാണ് ഇത്രയും പ്ലേസസ് ഒറ്റ ബോട്ടിങ്ങിൽ കവർ ചെയ്യുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കയറിയിരുന്നു. എന്തായാലും ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് പ്ലേസസ് കാണാനുണ്ടല്ലോ. ഇതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമല്ലായിരുന്നു. ദെൻ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആൾ ബാക്കിലിരിക്കുന്ന ആൾ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണ് നമ്മൾ ഓരോ പ്ലേസിലെത്തുമ്പോഴും ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ആൾ പറഞ്ഞത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പട്ടണക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തോട്ടാണെന്ന്. ഈ ഒരു 2 ഫോറസ്റ്റും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത്. കാരണം ആ ഒരു ഫുൾ നമ്മുടെ പ്രകൃതിയുടെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് ഈ 2 ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോയപ്പോഴാണ്. ഈ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ അതുപോലെ തന്നെയാണ് പട്ടണക്കടവ് ഫോറസ്റ്റും ഏകദേശം കാണാൻ ആ ഒരു വൈബ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോണതാണ് ഒന്നുകൂടെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേഡ്സിനെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് തരത്തിലുള്ള പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇളനീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ ബോട്ടിൽ തന്നെ ഇവരെന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. അങ്ങനെ ഇവർ ഓരോ ഐസ്ക്രീം ആയാലും കേക്കുകൾ അതുപോലെ തന്നെ ഓരോ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇവരിങ്ങനെ ബോട്ടിൽ തന്നെ സെയിൽ ചെയ്തിട്ട് ഈ ഒരു റൂട്ടിലൂടെ വരുന്ന ട്രാവലേഴ്സിന് കൊടുക്കാൻ വേണ്ടി, ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു വരാത്തവരൊക്കെ. നമ്മൾ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു പ്ലേസ് കോൾ ചെയ്തിട്ട്. അത്രക്കും സെറ്റാണ്. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാനാണ് അത്രയും സെറ്റായിരുന്നു എന്നുള്ളത് വിളിച്ച് എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു രക്ഷയെല്ലാം അടിപൊളിയാണ് എന്നാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അവൾ സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഇത് വന്നില്ലെങ്കിൽ എനിക്കിതൊക്കെ മിസ്സായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
എന്തായാലും സെറ്റായിരുന്നു. അവിടുന്ന് കുറേ ബേഡ്സിനെ കാണാൻ പറ്റിയിട്ടു. നമ്മൾ കാണാത്ത ടൈപ്സ് ഓഫ് കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു ഈ ഓരോ കാട്ടിൻ്റെ ഉള്ളിലും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിയിരുന്നു, ആര് ഫസ്റ്റ് കാണാത്ത പക്ഷികൾ കണ്ടെത്തും എന്നുള്ളതൊക്കെയായിരുന്നു ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് കാണും അപ്പോൾ പറയും അതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോന്നും കാണിച്ചു തരുന്നുണ്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ ഞങ്ങളിങ്ങനെ ഓരോ പക്ഷികളെ കാണുമ്പോഴും ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു നോക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഓരോ മരത്തിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒരുപാട് ബേഡ്സിനെ ഞങ്ങൾ കണ്ടു. ചിലത് ഭയങ്കരമായിട്ട് വലുപ്പമൊക്കെ ഉള്ള കുറേ കുക്കിനൊക്കെ പോലത്തെ ബേഡ്സ് ആയിരുന്നു. പക്ഷെ അവരൊന്നും നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് പറന്നു പോകുന്നൊന്നുമല്ല, അവർ ജസ്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നിന്നിരുന്ന പോലൊക്കെ നമുക്ക് തോന്നിയിട്ട് കേട്ടോ. അവിടുന്ന് ഒരുപാട് ടൈപ്സ് ഓഫ് ബേഡ്സിനെ കണ്ടു. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ പോയി. ഇവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെള്ളത്തിൽ ചാടണം എന്നൊക്കെ അവളുടെ സിസ്റ്ററിനോട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു അതൊന്നും ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്താ ചെയ്യുന്നുണ്ട്, ബേഡ്സിനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേ ടൈപ്പ് ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ളത് ആൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനൊന്നും ടൈമില്ല. പിന്നെ ഞങ്ങൾ കണ്ടത് ഇതാ ഈ ഒരു ബേർഡായിരുന്നു, ഒരു ബ്ലാക്ക് കളർ ബേർഡ്. ഇവരിങ്ങനെ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവരെ ചിറകൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിയാലേ ഇനി അവർക്ക് വീണ്ടും ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് ആനപ്പാറയാണ്. ആനപ്പാറ എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും അതൊരു എലിഫൻറ്റ് ഷേപ്പ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു അതിനങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. എലിഫൻറ്റ് റോക്ക് എന്നാണ് അതിനറിയപ്പെടുന്നത്. എന്തായാലും ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇപ്പുറത്തെ ലേക്കും അപ്പുറത്ത് എന്താണ് ബീച്ചാണ്, അതായത് സീ ആണ്. അപ്പുറത്ത് കടലിൻ്റെ ഒരു വേവ്സും ഇപ്പുറത്ത് നമ്മളിങ്ങനെ ഇന്ന് കാണുമ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ബീച്ചിൽ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം സൈഡാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ബീച്ചിലോട്ട് ഇറങ്ങാമെന്നുള്ളത് വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബീച്ചിലിറങ്ങാമെന്ന് കേട്ടപ്പോൾ കുട്ടികളും നല്ല സന്തോഷിച്ചു കേട്ടോ. എന്തായാലും നമ്മൾ ബീച്ച് സൈഡിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് എന്താ കിട്ടി, ഉപ്പിലിട്ടതൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നല്ല രസമായിരുന്നു കേട്ടോ. ബോട്ടിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈനാപ്പിളും മാങ്ങയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ദെൻ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ബീച്ചിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ മുന്നിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ബീച്ചിൻ്റെ പേര് വന്നിട്ട് കോവളം ബീച്ചായിരുന്നു. കോവളം ബീച്ച് എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര സെറ്റായിരുന്നു. മാങ്ങ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ ഇങ്ങനെ ഇരുന്ന് ഈ കഴിക്കുന്ന ആ ഒരു വൈബാണ് ശരിക്കും രസം. അതിങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ചു ഇതുപോലെയുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് തന്നെയാണ് പിന്നെയും ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്കുള്ള ആൾക്കാരെ മീൻ പിടിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോകുന്നത് AVM കനാലിൻ്റെ ഉള്ളിൽ കൂടെയാണ്. കുറേ തെങ്ങുകളൊക്കെ നിന്നിട്ടുള്ള ആ ഒരു പ്ലേസ് ആയിരുന്നു അവിടെ. അതിനുള്ളിൽ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു വൈബ്, കേരളത്തിൽ എന്ന് പറയുമ്പോൾ തെങ്ങാണല്ലോ എല്ലാവർക്കും ഓർമ്മ വരുന്നത്, ആ ഒരു വൈബ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഇവിടെ എന്തൊക്കെയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആൾ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയില്ല ശരിക്കും ഏതായിരുന്നു ഷൂട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അവിടെ ഒരു മെഡിറ്റേഷൻ പോയിൻ്റ് ഉണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മെഡിറ്റേഷൻ പോയിൻ്റ് കാണാം. ഇതും കണ്ട് ദെൻ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കേട്ടോ. ദെൻ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തമിഴ്നാടിൻ്റെ ബോർഡറാണെന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് ആ ഒരു പാലം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഈ ഒരു ഷൂട്ടിംഗ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു മൂവി എന്നുള്ളത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും ഏതോ ഒരു മലയാളം മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ദെൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ. ഫ്ലോട്ടിംഗ് എന്ന് പറയാനുള്ള കാരണം ഫ്ലോട്ടിംഗ് ആണല്ലോ ഏകദേശം നമ്മളെ ഒരു ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ദെൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഫോറസ്റ്റും ഞങ്ങൾ കഴിഞ്ഞ് ദെൻ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലായിട്ട് ഒരു ബഫലോ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക്. അപ്പോൾ ബഫലോനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് എന്തായാലും ഞങ്ങൾക്ക് അവിടുന്ന് ബഫലോനെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ദെൻ നമ്മൾ ഏകദേശം നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ പറഞ്ഞ് എത്താനായിട്ടുണ്ട് എന്നുള്ളത്. ആക്ച്വലി നമുക്ക് 1 hour ആയിരുന്നു അവർ ടൈമിങ്. 1.5 ആണ് തോന്നുന്നു ടൈം തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ ടൈം നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. കാരണം
അത്രയും സെറ്റായിരുന്നു. അവരാണെങ്കിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനും നമുക്ക് എല്ലാ പ്ലേസസ് കവർ ചെയ്യാനൊക്കെ അവർ നമ്മൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ആക്ച്വലി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഡെഫിനറ്റായിട്ടും നിങ്ങളിങ്ങനെ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ട്, ട്രിവാൻഡ്രത്ത് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്രയും നൈസായിരുന്നു. നമുക്ക് ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും ഒക്കെ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും പ്ലേസസാണ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇനി ബോട്ടിങ് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് പ്ലേസസും കൂടെ ഉണ്ട്. അതിൽ ഞങ്ങൾ ലാസ്റ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ശിവ ടെമ്പിളായിരുന്നു. ശിവ ടെമ്പിൾ ഇതിൻ്റെ ബാക്കിൽ ബീച്ചാണ് വരുന്നത്. ആ ഒരു വ്യൂവിൽ ഈ ഒരു സ്റ്റാച്യു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ ലാസ്റ്റ് റൈറ്റ് നൈറ്റ് സെക്രട്ടേറിയറ്റൊക്കെ ഒന്ന് കണ്ടു, അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി. ദെൻ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മളെ ട്രിവാൻഡ്രത്തിനോട് ബൈ ബൈ പറയാണ്. അപ്പോൾ ബൈ ബൈ ഗായ്സ്. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.